ഇനി നമ്മൾ ഒപ്റ്റിമം സ്ട്രാറ്റജി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ പേ ഓഫ് ടേബിൾ. ഇതിൽ പ്ലെയർ എക്ക് 3 സ്ട്രാറ്റജീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലെയർ ബിക്ക് 3 സ്ട്രാറ്റജീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് പ്ലെയർ എക്ക് ഒപ്റ്റിമം സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്, ഏത് സ്ട്രാറ്റജിയാണ് പ്ലെയർ ബിക്ക് ഒപ്റ്റിമം സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് മുമ്പ് എന്താണ് ഒപ്റ്റിമം സ്ട്രാറ്റജി? ഒപ്റ്റിമം സ്ട്രാറ്റജി is the strategy that gives maximum gain for the offensive player and minimum loss for the defensive player. നോക്കൂ, ഒഫൻസീവ് പ്ലെയർ ഗെയിൻ കൂട്ടാനാണ് ശ്രമിക്കുന്നത്, ഡിഫൻസീവ് പ്ലെയർ ലോസ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഒഫൻസീവ് പ്ലെയറിന് മാക്സിമം ഗെയിൻ നേടിക്കൊടുക്കുകയും അതേസമയം ഡിഫൻസീവ് പ്ലെയറിന് മിനിമം ലോസ് മിനിമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ. ഇൻ ദ ഗിവൺ എക്സാമ്പിൾ ദർ ഈസ് എൻ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ പ്ലെയർ എ ആൻഡ് ആൻ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ പ്ലെയർ ബി. പ്ലെയർ എക്കും പ്ലെയർ ബിക്കും ഒപ്റ്റിമം സ്ട്രാറ്റജി ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഒഫൻസീവ് പ്ലെയർ എങ്ങനെയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടെത്തുന്നത്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഒരു ഒഫൻസീവ് പ്ലെയർ ഒപ്റ്റിമം സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നത്? The offensive player finds his or her optimal strategy by following the maximin technique. മനസ്സിൽ എഴുതി വെച്ചോളൂ, മനസ്സിൽ നോട്ടിലൊക്കെ എഴുതി വെച്ചോളൂ. മാക്സിമിൻ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് ഒഫൻസീവ് പ്ലെയർ അയാളുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നത്. എന്താ മാക്സിമം എന്ന് പറഞ്ഞാൽ? മാക്സിമം ഓഫ് മിനിമംസ്. മാക്സിമം ഓഫ് മിനിമംസ്, മിനിമംസുകളിലെ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. നോക്കിക്കോളൂ, പ്ലെയർ എ finds the minimum payoff of each strategy or each row. പ്ലെയർ എയുടെ ഓരോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ റോ ആണ്. സോ ഓരോ റോവിലെയും മിനിമം ഗെയിൻ എത്രയാന്നുള്ളത് ആദ്യം അയാൾ കണ്ടെത്തും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒഫൻസീവ് പ്ലെയറുടെ കഥയാണ് ഞാൻ പറയുന്നത്. പ്ലെയർ എ ഫൈൻഡ്സ് ദ മിനിമം പേ ഓഫ് ഓഫ് ഈച്ച് റോ ഓർ ഈച്ച് സ്ട്രാറ്റജി. പ്ലെയർ എയെ സംബന്ധിച്ചോളം ഓരോ റോ എന്ന് പറയുന്നതാണ് ഓരോ സ്ട്രാറ്റജി. ഇതിലെ മിനിമം പേ ഓഫ് എത്രയാന്നുള്ളത് ആദ്യം കണ്ടെത്തും. ഈ റോയിലെ മിനിമം പേ ഓഫ് എത്രയാണ്? 2 ആണ് മിനിമം പേ ഓഫ്. ഓക്കെ, A2 എന്ന് പറയുന്ന റോയിലെ മിനിമം പേ ഓഫ് എത്രയാണ്? 5. A3 എന്ന് പറയുന്ന റോയിലെ മിനിമം പേ ഓഫ് -1. ഓക്കെ, സോ 2, 5, -1 അങ്ങനെ 3 മിനിമംസുകൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒഫൻസീവ് പ്ലെയറിന്റെ റോയിലൂടെ വരുന്ന മിനിമങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മിനിമത്തിലെ മാക്സിമം എത്രയാണ്? ദാറ്റ് ഈസ് മാക്സിമം ഓഫ് മിനിമംസ്. ഈ മിനിമത്തിലെ മാക്സിമം എത്രയാണ്? അതായത് ഏറ്റവും വലുത് എത്രയാണ്? 5 ആണ്. സോ 5 is the maximin. മാക്സിമം ഓഫ് മിനിമംസ്, മിനിമംസുകളിലെ മാക്സിമം എമൗണ്ട് എത്രയാണ്? 5 ആണ്. ഫ്രം ദ among these minimum payoffs player A selects that strategy that gives maximum payoff. 5 എന്ന് പറയുന്നതാണ് മാക്സിമം പേ ഓഫ്. അത് തരുന്ന സ്ട്രാറ്റജി ഏതാണ്? A2 ആണ്. A2 ആണ് പ്ലെയർ എക്ക് 5 എന്ന് പറയുന്ന ഗെയിൻ ഉറപ്പ് കൊടുക്കുന്നത്. ഓക്കെ, സോ മിനിമങ്ങളിലെ മാക്സിമം ഏതാണോ 5, ആ 5നെയാണ് മാക്സിമിൻ എന്ന് പറയുന്നത്. ആ 5 തരുന്ന സ്ട്രാറ്റജി ഏതാണ്? അതിന്റെ നേരെയുള്ള സ്ട്രാറ്റജി A2. A2 ആണ് പ്ലെയർ എയുടെ optimum strategy. Optimum strategy for player A is A2 because that guarantees at least 5 payoff. A2 എന്ന് പറയുന്ന സ്ട്രാറ്റജി ആണ് പ്ലെയർ എ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലെയർ എക്ക് അറ്റ്ലീസ്റ്റ് 5 എങ്കിലും എന്ത് കിട്ടും? പേ ഓഫ് കിട്ടും. അത് ബി ഏത് സ്ട്രാറ്റജി എടുത്താലും ശരി 5നേക്കാൾ താഴെ പോവില്ല. പ്ലെയർ A2 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പ്ലെയർ എന്ത് സ്ട്രാറ്റജീസ് എടുത്താലും ശരി മിനിമം 5 എങ്കിലും കിട്ടും. ഫോർ എക്സാമ്പിൾ പ്ലെയർ A2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുത്തു. അപ്പൊ B1 ആണ് പ്ലെയർ ബി എടുക്കണമെങ്കിൽ പേടിക്കണ്ട, 6 പേ ഓഫ് കിട്ടും. ഇനി B2 ആണ് കിടക്കണമെങ്കിൽ 5 കിട്ടും. ഇനി B3 ആണ് പ്ലെയർ ബി എടുക്കണമെങ്കിൽ 7 കിട്ടും. സോ എന്തായാലും 5നേക്കാൾ താഴില്ല. സോ ദ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ പ്ലെയർ എ ഈസ് A2.
A1 A3 എടുത്തു കഴിഞ്ഞാൽ അപകടമാണ്. കാരണം A1 എടുത്തു കഴിഞ്ഞാല് B2 എടുത്തു കഴിഞ്ഞാൽ 2 കിട്ടുള്ളൂ. A3 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് പ്ലെയറെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വലിയ അപകടമുണ്ട്. പ്ലെയർ B2 ആയിട്ടാണ് വരണമെങ്കിൽ നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്. So it is better to select A2 as optimum strategy for player A. Player Aക്ക് A2 എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. കാരണം അതില് മിനിമം എത്രയെങ്കിലും കിട്ടും, 5 പേ ഓഫ് എങ്കിലും കിട്ടും, അതിനേക്കാൾ താഴില്ല. 5 പേ ഓഫ് ഗ്യാരണ്ടീഡ് ആണ്. സോ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ പ്ലെയർ എ ഈസ് A2. അതെങ്ങനെയാ കിട്ടിയത്? മാക്സിമിൻ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് ഒഫൻസീവ് പ്ലെയർ അയാളുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നത്. മാക്സിം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മിനിമംസ്. ഓരോ റോയിലെയും മിനിമം പേ ഓഫ് എടുത്തെഴുതണം, എന്നിട്ട് അതിലെ മാക്സിമം എടുക്കണം. ആ പേ ഓഫ് തരുന്ന സ്ട്രാറ്റജിയാണ് പ്ലെയർ എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി. ഇനി എങ്ങനെയാണ് പ്ലെയർ ബി അവന്റെ ഒപ്റ്റിമം സ്ട്രാറ്റജി എടുക്കുന്നത്? പ്ലെയർ ബി ഡിഫൻസീവ് പ്ലെയർ ആണ്, അയാൾക്ക് ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പ്ലെയർ എ എന്ത് സ്ട്രാറ്റജി എടുക്കുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലെയർ ബിയുടെ സ്ട്രാറ്റജി. കാരണം പ്ലെയർ ബിയുടെ ഒബ്ജക്റ്റീവ് അത് തന്നെയാണല്ലോ. പ്ലെയർ എക്ക് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ പ്ലെയർ ബിക്ക് ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ പ്ലെയർ ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് നോക്കിയോളൂ കേട്ടോ. The defensive player finds his or her optimum strategy by following minimax. നേരത്തെ പറഞ്ഞ മാതിരി മാക്സിമിൻ അല്ല, മിനിമാക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ദാറ്റ് മീൻസ് മിനിമം ഓഫ് മാക്സിമംസ്. മിനിമം ഓഫ് മാക്സിമംസ്, മാക്സിമങ്ങൾ മുഴുവൻ എടുക്കുന്നു, അതിലെ ഏറ്റവും ചെറുത് സെലക്ട് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി. നോക്കിക്കോളൂ. പ്ലെയർ ബി ഫൈൻഡ്സ് ദ മാക്സിമം പേ ഓഫ് ഓഫ് ഈച്ച് സ്ട്രാറ്റജി. അതായത് കോളം. പ്ലെയർ ബിയുടെ ഓരോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോളങ്ങളാണ്. പ്ലെയർ എക്ക് റോ ആണെങ്കിൽ പ്ലെയർ ബിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോളങ്ങളാണ്. B1 B2 B3. ഇതിൽ ഏറ്റവും വലുത് ആദ്യം സെലക്ട് ചെയ്യും. ഏറ്റവും വലിയ പേ ഓഫുകൾ സെലക്ട് ചെയ്ത് വെക്കും. B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി പ്ലെയർ ബിക്കുള്ള ആദ്യത്തെ സ്ട്രാറ്റജിയാണ് B1. B1ന്റെ പേ ഓഫുകൾ ഏതൊക്കെയാണ്? 8, 6, 3. അതിലെ ഏറ്റവും വലുത് 8 ആണ് അല്ലെ. അപ്പൊ 8 എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തെഴുതും. B2 സ്ട്രാറ്റജിയില് 2, 5, -1. അതിൽ ഏറ്റവും വലുത് 5 ആണ്. 5 ഇവിടെ എഴുതും. B3 9, 7, 4. അതിൽ 9 ആണ് ഏറ്റവും വലുത്. അപ്പൊ 9 ഇവിടെ എഴുതും. അങ്ങനെ 3 കോളങ്ങളിലെയും വലുതുകൾ നമ്മള് മാക്സിമംസുകൾ നമ്മൾ ഇവിടെ എടുത്തെഴുതി. എന്നിട്ട് ഇതിലെ മിനിമം ഓഫ് മാക്സിമംസ്, ഇതിലെ മിനിമം ഏതാണ്? 5 ആണ്. ബിക്ക് മിനിമം ലോസ് സംഭവിക്കുന്നത് ഈ സ്ഥലത്താണ്. ദാറ്റ് ഈസ് B2 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് പ്ലെയർ ബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ നഷ്ടം വരുത്തുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് B2 ഫോർ പ്ലെയർ ബി. ഓക്കെ, പ്ലെയർ ബി അവിടെ എന്താ ഉപയോഗിച്ചത്? ഫ്രം എമംഗ് ദീസ് മാക്സിമം പേ ഓഫ്സ് പ്ലെയർ ബി സെലക്ട് ദാറ്റ് സ്ട്രാറ്റജി ദാറ്റ് ഗിവ്സ് മിനിമം ലോസ്. ഈ മാക്സിമങ്ങളിലെ മിനിമം ലോസ് ഏതാണോ ആ സ്ട്രാറ്റജിയാണ് പ്ലെയർ ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി. സോ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ പ്ലെയർ ബി ഈസ് B2 that restricts the loss to 5. 5നേക്കാൾ താഴെ പോകില്ല ലോസ്. ഓക്കെ, വേറെ ഏത് സ്ട്രാറ്റജി എടുത്താലും 5നേക്കാൾ താഴെ പോകാം, 5നേക്കാൾ മീതെ പോകും. താഴെയല്ല, ലോസ് 5നേക്കാൾ മീതെ പോകും. ഇപ്പൊ B1 ആണ് എടുക്കണമെങ്കിൽ 8 എന്ന് പറയുന്ന നഷ്ടം സംഭവിക്കാം, സാധ്യതയുണ്ട്. അപ്പൊ B1 നമ്മൾ നോക്കില്ല. B3 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് പ്ലെയർ ബി എടുക്കണമെങ്കിൽ 9 വരെ ലോസ് സംഭവിക്കാം. അപ്പൊ ഏറ്റവും നല്ലത് B2 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. അതില് സംഭവിക്കുകയാണെങ്കിൽ മാക്സിമം ലോസ് എത്രയേ സംഭവിക്കുള്ളൂ? 5 സംഭവിക്കുള്ളൂ. അതിൽ കൂടുതൽ പ്ലെയർ ബിക്ക് ലോസ് സംഭവിക്കില്ല. സോ ദാറ്റ് റെസ്ട്രിക്ട്സ് ദ ലോസ് ടു 5. 5നേക്കാൾ മീതെ ലോസ് കടക്കാൻ സമ്മതിക്കില്ല. B2 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ B2 ആണ് പ്ലെയർ ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ B2 എടുത്തു വിചാരിക്കുക, പ്ലെയർ ബി B2 എടുത്തു വിചാരിക്കുക. പ്ലെയർ എ ഏതെടുത്താലും ശരി ലോസ് 5നേക്കാൾ മീതെ പോവില്ല. പ്ലെയർ A1 എടുക്കുകയാണെങ്കിൽ ലോസ് 2 വരുള്ളൂ. പേടിക്കണ്ട, ലോസ് കുറഞ്ഞു. ലോസ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ പ്ലെയർ ബിയുടെ ലക്ഷ്യം. ഇനി പ്ലെയർ എ A3 ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. പ്ലെയർ ബി B2 സെലക്ട് ചെയ്തു. അയാളുടെ ഐഡിയൽ ഒപ്റ്റിമം സൊല്യൂഷൻ, ഒപ്റ്റിമം സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് B2 സെലക്ട് ചെയ്തു. അപ്പൊ പ്ലെയർ A3 ആയിട്ടാണ് വരണമെങ്കിൽ പ്ലെയർ ബിക്ക് വളരെ സന്തോഷമാവും. കാരണം പ്ലെയർ ബിക്ക് 1 ലാഭമാണ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ്
better to select B2 as optimum strategy for player B. അപ്പൊ എങ്ങനെയാണ് രണ്ട് കൂട്ടരും ഒഫൻസീവ് പ്ലെയറും ഡിഫൻസീവ് പ്ലെയറും സ്ട്രാറ്റജി സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ഒരുമിച്ച് പറയാൻ പോവാണ്. മാക്സിമിൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി മിനി മാക്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ദ ഒഫൻസീവ് പ്ലെയർ യൂസ് മാക്സിമിൻ സ്ട്രാറ്റജി, ദാറ്റ് ഇസ് റോ വൈസ് അനാലിസിസ് നടത്തിയിട്ടാണ് ഒഫൻസീവ് പ്ലെയർ മാക്സിമിൻ ടെക്നിക് ഉപയോഗിക്കുന്നത്. ഒഫൻസീവ് പ്ലെയർ ഇവിടെ എ ആണ്. എ റോ വൈസ് ചെയ്തു, അതിലെ ഏറ്റവും ചെറുത് എടുത്തിട്ട് അതിലെ വലുത് കണ്ടുപിടിച്ചു. A2 ഈ A1 എന്ന് പറയുന്ന റോയിലെ ഏറ്റവും ചെറുത് 2 ആണ്. A2 എന്ന് പറയുന്ന റോയിലെ ഏറ്റവും ചെറുത് ഏറ്റവും ചെറുത് 5 ആണ്. A3 എന്ന് പറയുന്ന റോയിലെ ഏറ്റവും ചെറുത് -1 ആണ്. അതിലെ ഏറ്റവും വലുത് മാക്സിമം ഓഫ് മിനിമംസ്. അപ്പൊ ചെറുതുകളിലെ ഏറ്റവും വലുത് ദാറ്റ് ഈസ് മാക്സിമിൻ. 5 ആണ് പ്ലെയർ എയുടെ മാക്സിമിൻ. അത് ആ സ്ട്രാറ്റജി വരുന്നത് A2 ആണ്. അതുപോലെ തന്നെ ഡിഫൻസീവ് പ്ലെയർ എന്താ ചെയ്യുന്നത്? മിനിമാക്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അവിടെ കോളം വൈസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഓരോ കോളത്തിലെയും മാക്സിമം ആദ്യം സെലക്ട് ചെയ്യും, എന്നിട്ട് അതിലെ മിനിമം എടുക്കും. മിനിമം ഓഫ് മാക്സിമംസ്. 8, 6, 3 മാക്സിമം 8, 2, 5 -1 മാക്സിമം 5, 9, 7, 4 മാക്സിമം 9. അതിലെ ഏറ്റവും മിനിമം എടുത്തു, ദാറ്റ് ഈസ് മിനിമം ഓഫ് മാക്സിംസ്, ദാറ്റ് ഈസ് 5. അത് തരുന്ന സ്ട്രാറ്റജി B2ന്, അത് പ്ലെയർ ബിക്ക് അത് കൊടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് B2 ആണ്. സോ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ A is A2, optimum strategy for B is B2. If both maximin and minimax are same, it is called saddle point. Saddle point എന്താന്നുള്ളത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ മാക്സിമിൻ, പ്ലെയർ എയുടെ മാക്സിമിന് 5 ആണ്, പ്ലെയർ ബിയുടെ മിനിമാക്സും 5 തന്നെയാണ്. രണ്ടും ഒന്നായി. മാക്സിമിനും മിനിമാക്സും ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ സാഡിൽ പോയിന്റ് എന്നാണ് പറയുന്നത്. Here the saddle point is 5. ഇവിടെ 5 ആണ് saddle point. It is also called the value of the game. That is the value of the game. So ഈ ഗെയിമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഔട്ട്കമ്മിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. Value of the game is 5. Okay. So optimum strategy for player A is A2. Optimum strategy for player B is B2. എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Here saddle point is 5, that is value of the game is 5. ഇനി ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ പ്ലെയർ എക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ആണുള്ളത്. ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ചൂസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് A2. പ്ലെയർ ബിയും ഒരു സ്ട്രാറ്റജിയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. പർട്ടിക്കുലർ സ്ട്രാറ്റജിയുടെ പേര് B2 ആണ്. When both players chooses a single specific strategy, ഇവിടെ എയും ഒരു സ്ട്രാറ്റജിയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ബിയും ഒരു സ്ട്രാറ്റജിയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന പേരാണ് പ്യുവർ സ്ട്രാറ്റജി. പ്യുവർ സ്ട്രാറ്റജി. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദർ ഈസ് എ സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്യുവർ സ്ട്രാറ്റജി എടുക്കുള്ളൂ. ഇവിടെ മാക്സിമിനും മിനിമാക്സും ഒന്നായതുകൊണ്ട് തന്നെ പ്ലെയർ എക്ക് ഒരു സ്ട്രാറ്റജിയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റുള്ളൂ, പ്ലെയർ ബിക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കും ഇവർ രണ്ടുപേരും വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്യുവർ സ്ട്രാറ്റജി. ഓക്കെ, പ്യുവർ സ്ട്രാറ്റജി വരുന്നത് എപ്പോഴാണ്? ഓരോ പ്ലെയേഴ്സും, ഒഫൻസീവ് പ്ലെയറിന്റെ മനസ്സിലും ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജിയേ ഉള്ളൂ, ഡിഫൻസീവ് പ്ലെയറിന്റെ മനസ്സിലും ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജിയേ ഉള്ളൂ. അതിനെയാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് ഉണ്ടാവുക? മാക്സിമിനും മിനിമാക്സും ഒന്നാണെങ്കിലാണ് ഓരോരുത്തർക്കും ഓരോന്ന് വീതം ഒപ്റ്റിമം സ്ട്രാറ്റജി ഉണ്ടാവുക. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മാക്സിമിനും മിനിമാക്സും രണ്ടായി വന്നേക്കാം. അങ്ങനെ വരുമ്പോ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരാൾക്കുള്ളത്, അയാള് ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റജിയുടെ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് കോൾഡ് മിക്സഡ് സ്ട്രാറ്റജി. അത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദിസ് ഈസ് എ കേസ് ഓഫ് പ്യുവർ സ്ട്രാറ്റജി. ഇവിടെ മിനിമാക്സും മാക്സിമിനും ഒന്നാണ്. അതിന്റെ അർത്ഥം പ്ലെയർ എക്ക് ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജിയേ ഉള്ളൂ, പ്ലെയർ ബിക്കും ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജിയേ ഉള്ളൂ. ദേ ചൂസ് എ സിംഗിൾ സ്പെസിഫിക് സ്ട്രാറ്റജി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്യുവർ സ്ട്രാറ്റജി. ഓക്കെ, ഈ ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഫേം എ, ഫേം ബി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേം എ ആണ് ഒരു പ്ലെയർ, ഫേം ബി ആണ് രണ്ടാമത്തെ പ്ലെയർ. ഫേം എ ആണ് ഒഫൻസീവ് പ്ലെയർ. റോവില് വരുന്ന ആളാണ് കേട്ടോ ഒഫൻസീവ് പ്ലെയർ ആവുക. റോവില് വരുന്ന ആളാണ് ഒഫൻസീവ് പ്ലെയർ ആവുക. കോളത്തിൽ വരുന്ന ആള്
ഡിഫൻസീവ് പ്ലെയർ ആയിരിക്കും. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ആളാണ് ഒഫൻസീവ് പ്ലെയർ. ഈ പേ ഓഫ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒഫൻസീവ് പ്ലെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. A1 B1 എക്ക് കിട്ടുന്ന ലാഭം 3 A1 B2 എക്ക് കിട്ടുന്ന ലാഭം -1 ആണ്, അതായത് ലോസ് ആണ്. അപ്പൊ ബിക്ക് അവിടെ ലാഭം ഉണ്ട് എന്നർത്ഥം. A1 B3 എക്ക് കിട്ടുന്ന ലാഭം 4 ഈ രീതിയിലാണ് പേ ഓഫ് ടേബിൾ തന്നിരിക്കുന്നത്. ഓക്കെ, സോ എക്ക് 4 സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ബിക്ക് ഒരു സ്ട്രാറ്റജി കൂടുതലുണ്ട് കേട്ടോ. ബിക്ക് B1 B2 B3 B4 B5 5 സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മാക്സിമിൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഫേമേന്റെ ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. മിനി മാക്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഫേം ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കണം. ആ സാഡിൽ പോയിന്റ് ഒന്ന് തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഗെയിം. വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഹോംവർക്ക്. ഇത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.